പഠിപ്പിച്ചു കൊടുത്തു. വഫാത്തായതിനു ശേഷവും ഉസ്മാൻ ഇബ്നു ഹനീഫ് തങ്ങൾ പറഞ്ഞു, വിളിച്ചോളൂ മോനെ, പ്രയാസമുണ്ടാകുമ്പോ യാ മുഹമ്മദ് എന്ന് വിളിച്ചോ. തൊബറാനിയുടെ ഹദീസ് സ്വഹീഹാണെന്നല്ലേ പറഞ്ഞത്? തനത് വേണോ? ചോദിക്ക്. ഞങ്ങൾ പറഞ്ഞു തരാം. അതാ ഞങ്ങൾ പറഞ്ഞത്. എവിടെ നിങ്ങളുടെ കഥ? എന്റെ സലാമില്ലാത്തിന്റെ കുഴപ്പം മനസ്സിലാണ്ട് കൃത്യമായി. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇത് ഞങ്ങളൊന്ന് ആഘോഷിക്കും. ഇത് ഞങ്ങൾ ആഘോഷിക്കും. ഞങ്ങൾ മാത്രമല്ല, വിജായികളും ഓടമ്പുഴയിലെ പ്രവർത്തകരെ, നിങ്ങൾക്ക് അഭിനന്ദനങ്ങള്. ഞങ്ങളിതാ റസൂലുള്ളാഹിനോട് ചോദിക്കാൻ തെളിവ് പറഞ്ഞിരിക്കുന്നു. സഹോദരന്മാരെ, ഇനി ഈ ചോദ്യത്തിനും ഉത്തരത്തിനും 2 ചാൻസ് കൂടിയാണ്. അത് 7ാമത്തെ ക്ഷണിക്കും. ഈ അറബിയിലുണ്ട് ഒരു പഴമൊഴി, ഒരു തമാശ. ഒരു നാടൻ അറബിക്കാശിയും ഒരു ഇമാമ നിസ്കരിച്ചാണ് പലകഥൂഹൻ എന്നുള്ള സൂറത്ത മൂപ്പര് ഓടുന്നത്. ഈ അച്ഛനിന്റെ കൂട്ടത്തിൽപ്പെട്ട മുഴുവൻ പേട സൂറത്തിനോടും അതിന്റെ താരങ്ങളോടും കമ്പലോട് വെറുതെ പറയണ്ട, അതിനെ പിടിച്ച് തൂങ്ങണ്ട. അതിന്റെ ഇടക്ക് മൂല്യമർക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം പറഞ്ഞു സൂറത്തിന്. ഞാൻ ഒന്ന് വിട്ടുകൊടുക്കാം. പിന്നെ അപ്പോ ഈ മൂല്യർക്ക് പിന്നെ ഓതാൻ കിട്ടുന്നില്ല. അപ്പോ നമ്മൾ നൂഹ്നബിനെ അയച്ചു അതിനെ തന്നെ തൂങ്ങുക. അപ്പൊ അയറാബി പറഞ്ഞു, അല്ലാഹു അർസല ഗൈറഹു, പടച്ചോ നൂഹ് നബി അല്ലാത്ത വേറെ നബിമാരെ അയച്ചിട്ടുണ്ട്. എന്നൊക്കെ നൂഹ് നബിനെ എന്നെ കൂടെ അപ്പുറത്തും പോയിക്കോ എന്ന് പറഞ്ഞ മതിക്ക് അച്ഛന് വെറും നൂഹ് നബിമേൽ എന്നെ കൂടുക പറഞ്ഞതെന്നെ പറഞ്ഞു. ഇപ്പൊ ഇയാൾ ലാസ്റ്റ് ഇപ്പൊ 2-3 കാര്യമാണല്ലോ ഇപ്പൊ അദ്ദേഹം മരിച്ചവരോട് തേടാൻ പറ്റും എന്നുള്ള തെളിവ് ഇവിടെ ആവർത്തിച്ച് ചോദിച്ചത്. 3നും നമ്മൾ അതിന്റെ മോശത്തരം കള്ളത്തരം പറയാണ് കരുതിക്കൂട്ടി എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ നമ്മൾ നോക്കൂ, ഈ റായിന് മുമ്പ് കോട്ടക്കൽ ഇറക്കി അന്ന് കളിച്ചിരുന്നു. മറുഭാഗം മറുപടി വേണ്ടതായിട്ട് പറഞ്ഞോടൊക്കെ. 2ാമത് പിന്നെ അദ്ദേഹം അതുകൊണ്ട് വന്നത് ഇന്റർനെറ്റിലാണ്. അന്ന് കൃത്യമായിട്ട് കൊടുത്തതാ. ഇപ്പൊ മറന്നു എന്ന് കരുതിയിട്ട് പിന്നെ ഒന്ന് ഇട്ട് നോക്കുക. എന്റെ അച്ഛൻ ഇതെന്താ അറിയാലോ, ഇതെന്താ തഫ്സീറാണല്ലോ അല്ലേ, നിങ്ങൾ അംഗീകരിക്കുന്ന തഫ്സീറാണല്ലോ. നബിയെ, താങ്കൾ പറയുന്നത് മനസ്സിലാകാനും ഉൾക്കൊള്ളാനും ഒന്ന് സാവകാശം വേണം നബിയെ ഞങ്ങൾക്ക്. നബി സംസാരിക്കുമ്പോൾ ജൂതന്മാർ ഇത്തരം ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ കുതിരാക്കിയ റായിലാന്നേ പറഞ്ഞത്. എന്റെ മോമിനികളെ അങ്ങനെ നിങ്ങൾ പറയത്തിട്ടോ, റായിനാണ് പറയത്. സാവകാശം വേണമെന്ന് റസൂലിനോട് അദബിൽ പറഞ്ഞോളി. ഇതെന്തിനു തെളിവാണല്ലോ? മരിച്ച കാക്കണേ മുൻപത്തെ ബീവിത്താത്ത കുട്ടികളെ കൊണ്ടാ വേഗത കോയപ്പാപ്പാ നിന്റെ വീട്ടൊന്ന് ശരിയാക്കിക്കൊണ്ടാന്ന് പറഞ്ഞതിന് എന്താ തെളിവ്? മോമിനികളെ നബിനോട് സംസാരിക്കുമ്പോ അദബില് നബിയെ സാവകാശത്തിലാക്കണം. താങ്കൾ പറഞ്ഞ ഞങ്ങൾക്കൊന്നും മനസ്സിലാവാ, ഈ കോലം സ്വീകരിക്കണ്ടോ എന്ന് പറഞ്ഞാല് അതിനർത്ഥം എന്താ? ഏർവാടി പാപ്പാ, അതാണ് അവനത്തിന്റെ തെളിവ്. കഴിഞ്ഞോ? എന്നിട്ട് പിന്നെയും അദ്ദേഹം പറയാ, ആര് പറയാ? കണ്ടോ, മിനൽ ഇൻസിലാരി, ഈ പറഞ്ഞ ഉംറുന മിനൽ ഇൻലാരി ഒമഅനാഹു അംഹിൽനാ. എന്താ അംഹിൽനാ അർത്ഥം? അറിയില്ല. മുത്താലിമികൾ ഉണ്ടാവല്ലോ അവിടെ, മീസാൻ ഒരു കുട്ടിയോട് അംഹിൽനാ, ഞങ്ങൾക്കൊരു സാവകാശം കാട്ടു നബിയേ. ഇതാണ് അതിന്റെ അർത്ഥം. ഒമഅനാഹു അംഹിൽനാ ഹത്താ നസ്റഖ അൻക വനഹ്ഫദു മാ നസ്മഉ മിൻക. താങ്കൾ പറയുന്നത് മനസ്സിലാകാനും അതു ഹൃദയസ്ഥമാക്കാനും നബിയെ സാവകാശം ഞങ്ങളോട് പറഞ്ഞേ, ഒരു സാവകാശം കാട്ടണേ. ഇതാണ് തെളിവിന്റെ റബ്ബേ. നിങ്ങൾ ഖുർആനൊന്നും ഒരു വിലയില്ല ചങ്ങന്മാർ, എല്ലാവരും പറയാം. ഖുർആനോടൊന്നും ഒരു പേടിയില്ല, പുതുമയില്ല. എന്നതൊക്കെ മൂക്കാണ് മുങ്ങി പുളിയുടെ നിങ്ങൾക്ക്. ഇപ്പൊ അദ്ദേഹം വായിക്കാം, ഇതേ ആശയം വായിക്കാൻ നേരമില്ല നമുക്ക്. ജലാലിലും പറയുന്നുണ്ട്, സിബിനി പറയുന്നുണ്ട്, ഖുർത്തുബിയിൽ പറയുന്നുണ്ട്, ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെന്താ പറഞ്ഞത്? അന സയ്യിദുൽ ജിഹാദം യൗമൽ ഖിയാമ.
എവിടെ അയച്ചിനെ? അതിന്റെ അർത്ഥം ഞാൻ എന്നോട് തേടിപ്പോയി ഞാൻ രക്ഷിക്കാം. ധൈര്യമുണ്ടെങ്കിൽ, ആനത്തരമുണ്ടെങ്കിൽ, കിതാബ് ഓതിക്കണമെങ്കിൽ ആധികാരികമായ ഏതെങ്കിലും ഒരു പണ്ഡിതന് വിശദീകരിച്ച് പറയും. പറയുന്നത് കേട്ടോ, പറയുന്നത് നിന്നെ കേൾപ്പിക്കുക തന്നെ കേട്ടോ. പഠിച്ചോ. 1 മുതൽ ഞങ്ങൾ പഠിപ്പിക്കാൻ പോവാം. ഇനി നിങ്ങളെ കൊണ്ട് ശരിക്കും പഠിപ്പിക്കും. ഒരായത്തിന് മഹാന്മാരായ പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ പറഞ്ഞാൽ എല്ലാം സ്വീകരിക്കണമെന്നതാണ് മുസ്ലിം സമുദായത്തിന്റെ നിലപാട് കേട്ടോ. അതൊരു സന്ദർഭമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് റസൂലിന്റെ സമീപത്ത് വന്ന സ്വഹാബികൾ അത് പറഞ്ഞിരുന്നു. പക്ഷെ അത് മാത്രമല്ല പറഞ്ഞിരുന്നത്. കേട്ടോളൂ, ഇത് നിങ്ങളും നമ്മളൊക്കെ അംഗീകരിക്കുന്ന തഫ്സീർ ബിൽ കസീർ. ഇതിൽ കേട്ടോ, കേട്ടോ, ഞങ്ങളുടെ വിഷയത്തിന് തെളിവുണ്ടോ? അങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്തങ്ങൾ വിടാൻ പോകുന്നില്ല. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ആയത്തിന്റെ തഫ്സീറിൽ പറയാണ്, ഇദാ അദ്ബറ നാദാഹു മൻ കാനത് ലഹു ഹാജത്തുൻ മിനൽ മുഅ്മിനീൻ. ഇത് അല്ലാഹുവിന്റെ റസൂലിനോട് വെറും ഞങ്ങൾ ശ്രദ്ധിക്കുമെന്ന് പറയാൻ വേണ്ടി മാത്രമല്ല, അവരുടെ ആവശ്യങ്ങളുള്ള സമയത്ത് പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്കായിരുന്നു ഇമാം ഇബ്നു കസീർ. നിർത്തിക്കാളി. അപ്പം അതൊക്കെ അതെത്ര കാര്യമില്ല, അത് ഞങ്ങൾക്കൊരു തർക്കമില്ല. അങ്ങനെ പറഞ്ഞിരുന്നു. അത് മാത്രമല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ചോദിക്കാൻ ഇതായിരുന്നു തെളിവ്. ആ കാലത്ത് മാത്രം അത് പ്രത്യേകമായി നിന്നില്ല. പിന്നെയോ ബാക്കി കേട്ടോ, ഈ ഉമ്മത്തിനോട് മുഴുവനും ഇത് ഖിതാബാണ്, വിശുദ്ധ ഖുർആൻ. അപ്പൊ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്നാസു അഅദാഉമാ ജഹിലൂന, ആളുകൾക്ക് വിവരമില്ലാത്തിന്റെ ശത്രുക്കളാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ എന്തേന്നറിയോ, ഒരു കാര്യം പഠിച്ചാൽ പിന്നെ കുറുക്കനാമത്തെ വെച്ചോക്കാം. അതെന്താ ചെയ്യാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ശരിക്കും പഠിച്ചോ. ഇവിടെ പറഞ്ഞോട്ടു, ശരിക്കും മനസ്സിലാക്കിക്കോ. ഒരു പരിഭാഷ, കാരണം ജിന്ന് വന്നിട്ടുണ്ടാവും ചിലപ്പോഴേ. ഒന്ന് ഉറക്കം തോന്നാറില്ല. അതാണ് ജിന്നങ്ങൾ വിടൂല. കാണിച്ചതാ ഇൻഷാഅല്ലാഹ്. എനിക്ക് പറഞ്ഞത് ശരിക്ക് കേട്ടോ. ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സില് ഈ റായിന എന്ന ലഫ്ദ് 2 രൂപത്തിൽ ഉപയോഗിച്ചിരുന്നു. ഒന്ന് നേരത്തെ ഇവിടെ വായിച്ചത് റെഡി. അത് മാത്രമല്ല, ഇതുകൂടി സമ്മതിക്ക്. അതെ, ഇതാ അത് പറഞ്ഞാഹു വിളിച്ചിരുന്നു. മൻ കാനത് ലഹു ഹാജത്തുൻ മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്ന് ആവശ്യമുള്ളവരൊക്കെ വിളിച്ചിരുന്നു. ആ നിലക്കാണ് ഞങ്ങൾ വിളിക്കുന്നത്. യാ റസൂലല്ലാഹ് ഉൻദുർനാ യാ റസൂലല്ലാഹ്. ഈ മുഅ്മിനീങ്ങളെ ചോദിച്ചെന്താണെന്നറിയോ, ഒരു തഫ്സീർ ഒഴിവാക്കി മറ്റേ വിടില്ല. മറ്റത് രണ്ടും സ്വീകരിക്കണം. അതാണ് മുസ്ലിമീങ്ങളുടെ റൂട്ട്. ഞങ്ങളത് രണ്ടും സ്വീകരിച്ചിരിക്കുന്നു. അതെ, ആവശ്യമുള്ള സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് സഹായം തേടാൻ കൂടിയുള്ള പദമായിരുന്നു ഉൻദുർന. അത് ജീവിതകാലത്ത് മാത്രമല്ല, മഹാൻ വിശദീകരിക്കുന്നു. അത് ഖിയാമത്ത് നാൾ വരെ ഇമാം റാസി പറഞ്ഞല്ലോ. ഖിയാമത്തിന് പിന്നെ കാന്തപുരത്തിനാണ് ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊടുത്തു. വിളിച്ചോ മോനെ, യാ മുഹമ്മദ് ഇന്നി യതവജ്ജഹു ബിക. റസൂലുള്ളാഹിനെ വിളിച്ചു തേടാൻ റസൂൽ തന്നെ പഠിപ്പിച്ചു കൊടുത്തു. അത് സ്വഹാബി പിന്നെ തേടി. ഒന്നും ഒരു മിണ്ടാട്ടില്ല. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എങ്ങനെ നിങ്ങൾ രക്ഷപ്പെടൂല? റൂഹുൽ മആനിയും എല്ലാ തഫ്സീറും പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മാത്രമല്ല ഈ ആയത്ത് ബാധകം, എല്ലാ കാലത്തേക്കും ബാധകമാണ്. അപ്പോഴോ സദസ്സിൽ വെച്ചത് പറഞ്ഞിരുന്നു. അവിടെ മാത്രമാണോ? അല്ല. ആവശ്യങ്ങളുള്ള ആളുകൾ അവരുടെ ആവശ്യ പൂർത്തീകരണത്തിനും പറഞ്ഞിരുന്നു. എവിടെയുള്ളത്? തഫ്സീർ ബിൽ കസീർ. അത് ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് പിന്നെ മുമ്പ് പറയാ 9 അപ്പൊ വഫാത്തായ റസൂലുള്ളാഹിനോട് തേടാനായോ? നിങ്ങൾ നന്നാകുന്നുണ്ട് മക്കളെ. റസൂലുള്ളാഹിനോട് തേടാനായോ? കൊടുത്തില്ലേ നിങ്ങള്? പിന്നെ മുൻപത്തുള്ള പിന്നാണോ പറ്റോ നമുക്ക് തീരുമാനിക്കാം കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ചെയ്യാ. അത് പറഞ്ഞോളി, കുഴപ്പമൊന്നുമില്ല. മതി, കോടം പോയിന്റെ സംവാദം മുതലായി. മതി മോനെ,
റസൂലുള്ളാഹിനെ വിളിച്ചില്ല ഇസ്തിഹാസങ്ങൾ സംബന്ധിച്ച ബാക്കി ഞങ്ങൾ പറഞ്ഞല്ലോ. എന്തായി? അതുകൊണ്ട് പഠിച്ചോ. യാമനു, ഞങ്ങൾ സാഹൂദം കേട്ടിരുന്നു. എന്താ ഞങ്ങളെ ഖുർആൻ പറയുന്നത്? ലാ തഖൂലു റായിന, അതബില്ലാതെ അവിടുത്തെ വിളിക്കരുത്. ശരി, പിന്നെന്ത് ചെയ്യണം? വഖൂലു തുർന, അതവോടെ വിളിച്ചോ നേതാവിനെ. വിശുദ്ധ ഖുർആൻ വസ്മഉ, വളരെ വ്യക്തമായി ഖുർആൻ പറഞ്ഞത് കേട്ടോ. ശിർക്ക് സ്ഥാപിക്കുന്നതിലുള്ള അടങ്ങാത്ത സന്തോഷത്തിലാണ്. ആ സന്തോഷമാണ് ഇടക്കിടക്ക് ഇവിടെ ഇങ്ങനെ ഉയർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ഛനിമാര് ശിർക്ക് സ്ഥാപിക്കുമ്പോൾ കൂട്ടാളികൾ അല്ലാഹു അക്ബർ പറയണം. തക്ബീർ തൊഴിലാളികളാണല്ലോ, അവർ ചെയ്തേ മതിയാവും. ഇവിടെ വളരെ കൃത്യമായി ആർക്കും ബോധ്യമാകുന്ന വിധത്തിലാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചത്. എന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഇന്നുവരെ വന്നിട്ടില്ല. അവിടെയും ഇവിടെയും വ്യാഖ്യാനിച്ചൊപ്പിച്ച് കുറച്ച് ആളുകളൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമം മാത്രം നടത്തി. എന്റെ ഒന്നാമത്തെ ചോദ്യം, പ്രവാചകന്മാർ മരിച്ചുപോയ മറ്റൊരു പ്രവാചകനോട് നടത്തിയിരിക്കുന്ന ഇസ്തിഗാസയുടെ ഒരു രേഖ, ഒരു തെളിവ് ഖുർആൻ ഉദ്ധരിക്കണം. ഇതുവരെ ഉദ്ധരിച്ചിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം, ബദർ ശുഹദാക്കളെ വിളിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിൽ വെച്ച് നടത്തിയ ഒരു ഇസ്തിഗാസ, ഇതുവരെ അതിന് തെളിവ് ഉദ്ധരിച്ചിട്ടില്ല. മൂന്നാമത്തെ ചോദ്യം, ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് ആര് എന്താവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴൊക്കെ തേടിയാലും ഇസ്തിഗാസ നടത്തിയാലും അതെല്ലാം പ്രത്യേകം കേട്ട് മനസ്സിലാക്കി ഉത്തരം ചെയ്യുവാനുള്ള കഴിവ് ഏത് മഹാനാണ് അള്ളാഹു നൽകിയത് എന്ന് പറയണം. ഇതുവരെയും പറഞ്ഞിട്ടില്ല. നാലാമത്തെ ചോദ്യമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവസാനം ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന കാഫിറുകളോടും മുശ്രിക്കുകളോടും വരെ പലപ്പോഴും പല സഹായവും തേടിയിട്ടുണ്ട്. എന്നാൽ അവിടുന്ന് മരിച്ചുപോയ ഒരു മഹാനോട് ഒരു സഹായം തേടിയ സംഭവം ഉദ്ധരിക്കാമോ? അതുണ്ടായിട്ടില്ല. പിന്നെ വക്കൂറുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മൂപ്പർ അവസാനിച്ചല്ലോ. നെസ്താബ് പറഞ്ഞ ഒരു ഭാഗം നമ്മൾ ശരിയാണ്, അംഗീകരിച്ചു. അവർക്ക് നിങ്ങൾ എത്തിയല്ലോ, ബാക്കി നിങ്ങൾ എത്തിക്കോളും. നിങ്ങൾ കോഴിക്കോട് ശിഹാബുദ്ദീൻ ഇൻഡിച്ചുക്കോയ തങ്ങളുടെ പരിഭാഷ മുതൽ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിന്റെ പരിഭാഷ വരെയുള്ള നിങ്ങളുടെ മലയാള പരിഭാഷയെങ്കിലും ഒരു ഭാഗം ഒരു പ്രാവശ്യം വായിക്കുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ മാതിരി അബദ്ധങ്ങൾ വിളിച്ചറിയിക്കുമായിരുന്നില്ല. പിന്നെ പ്രവാചക തിരുമേനി വിളിക്കുമ്പോൾ കാണിക്കേണ്ട അതവനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. പ്രവാചക തിരുമേനി തന്റെ റൂമിലിരിക്കുമ്പോ വിളിക്കുകയാണെങ്കിൽ വരെ അതവ് കാണിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മറയുടെ അപ്പുറത്തേക്ക് പ്രവാചകരെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നവരല്ല എന്ന് ഖുർആൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതവ് കാണിക്കാനാണ് പറഞ്ഞത്. ഒരു മറന്റെ അപ്പുറത്തേക്ക് പ്രവാചകരെ വിളിക്കരുത് എന്ന് ഖുർആൻ അവിടെ പഠിപ്പിച്ചു. മാത്രമല്ല, അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കു സ്സമാവാതി വൽ അർദ് വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിനാണെന്ന് അറിയില്ലേ എന്ന് പറഞ്ഞ അല്ലാഹു പറയുന്നു. അവനല്ലാതെ നിങ്ങൾക്കൊരു വലിയോ ഒരു നസീറോ ഇല്ല. അല്ലാഹുവല്ലാതെ നിങ്ങൾക്കൊരു വലിയും ഒരു നസീറും ഇല്ല എന്ന് ഖുർആൻ ആവർത്തിച്ചു പറയുന്നു. ആ ഖുർആനിൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥന റബ്ബി റബ്ബന എന്നിങ്ങനെ ആവർത്തിച്ചുള്ള ഒരുപാട് പ്രാർത്ഥനകൾ കാണുന്നു. എന്നാൽ ഇന്നൊരു പ്രവാചകനെ വിളിച്ചു തേടിയ ഒരു പ്രാർത്ഥന, ഒരു മഹാനെ വിളിച്ചു തേടിയ പ്രാർത്ഥന, മരിച്ചുപോയ ഒരു മഹാനോട് തേടിയിരിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുവാൻ ഇതുവരെയും സാധിച്ചില്ല. പ്രവാചക ജീവിതത്തിൽ നിന്നും ഉദ്ധരിക്കുവാൻ സാധിച്ചില്ല. പിന്നെ പറഞ്ഞെന്താ അറിയോ? ഒരു ആയത്തിനെ ഒരു തഫ്സീറിൽ പറഞ്ഞ മാത്രം സ്വീകരിച്ചാൽ പോരാ, എല്ലാ തഫ്സീറിൽ പറഞ്ഞു സ്വീകരിക്കണം. അങ്ങനെയാണെങ്കിൽ ഭൂമി കാലത്തൊമ്പത്താണ് എന്ന് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. നിങ്ങൾ പറയുന്ന തഫ്സീറുകളിൽ പറയപ്പെടുന്ന വിഷയങ്ങളാണത്. തീർന്നില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവത്തിന്റെ ഭാര്യയെ പ്രേമിച്ചിരുന്നു എന്ന് നിങ്ങളുടെ തഫ്സീറിലുണ്ട്. നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. ദുലൈഖയെ യൂസുഫ് വ്യഭിചരിക്കുവാൻ ശ്രമിച്ചിരുന്നു എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ തഫ്സീറിലുണ്ട്. നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. സുലൈമാൻ നബി ബിൽക്കീസിന്റെ കാര്യം കാണുവാൻ
തൗഹീദ് വിട്ട് പ്രേമത്തിലെത്തുന്നുണ്ട് കാണിച്ചിറങ്ങി പാച്ച നുണ പറഞ്ഞല്ലേ എന്തെങ്കിലും നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? എവിടുന്ന് എഴുന്നേറ്റ് വരിക? 4 ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. കൃത്യമായി ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഒരു ഒറ്റ ആയത്ത് മതി. അതാ ഞങ്ങളെ പ്രത്യേകത. അതോടുകൂടി അത് വെള്ളത്തിലായി പോയി. അല്ലാഹുവിന്റെ റസൂലല്ലേ ഏറ്റവും വലിയ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ നേതാവിനോട് സഹായം തേടാൻ ആവശ്യപ്പെട്ടത് വിശുദ്ധ ഖുർആൻ. ഇനി എന്തായി? ഉപർ പറയാ ഏതെങ്കിലും പിന്നെ ഖുർആനിൽ കുറെ പ്രാർത്ഥന ഉണ്ട്, അത് അല്ലാത്തവരോട് പറ്റോ? ഞങ്ങളുടെ അവസ്ഥ ഒന്ന് വായിക്ക്. ഖുർആൻ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥന അത് അല്ലാഹുവിനോട് തന്നെ. പക്ഷേ നേട്ടമുണ്ടല്ലോ ഇസ്തിഗാസ, അത് അല്ലാഹുവിന്റെ റസൂലിനോടുമാകാം മുഅ്മിനീങ്ങളോടുമാകാം. എന്താ രേഖ? നിങ്ങൾ ചോദിച്ചത് ഏതെങ്കിലും ഒരു പ്രവാചകനോട് തേടിയെന്നല്ലേ, തേടാൻ പറഞ്ഞു എന്നല്ലേ? ഞങ്ങളെ മറുപടി കേട്ടോ, ഏറ്റവും വലിയ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ നേതാവിനോട് തേടാൻ വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താ അറിയോ? അടിവരയിട്ട് മനസ്സിലാക്കിക്കോ. പരിഭാഷയിലുള്ളത് മാത്രമാണ് ഖുർആനിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കി. അതാണ് നിങ്ങൾക്ക് അബദ്ധം പറ്റിയത്. അള്ളങ്ങളെ കാത്തു രക്ഷിക്കട്ടെ. നിങ്ങൾക്കത് വലിയ അനുഭവിക്കണം. പരിഭാഷ ചങ്ങാതിമാര് ഫാത്തിഹയുടെ പരിഭാഷകൾ എടുത്തോക്ക്. ഒരു പേജിൽ ഉണ്ടാവും, അല്ലെങ്കിൽ 2 പേജ്. റാസിമാമിന്റെ തഫ്സീർ മറിക്ക് 400-500 പേജുണ്ട്. അപ്പൊ ഈ 400 പേജിലുള്ള വിഷയം പറയുമ്പോൾ അത് പരിഭാഷയിലില്ല. നിങ്ങളെ മൗലവിമാരോട് കൗമിനോട് പറഞ്ഞാൽ മതി. അല്ലേ? ഇയ്യാക്ക നഅ്ബുദു എന്ന ആയത്തോതി ഇമാം റാസി പറഞ്ഞു ഇത് ഗീബത്ത് ഹറാമാണ് എന്നതിന്റെ തെളിവാണ്. അപ്പൊ ഇവരിങ്ങനെ നോക്കുക, പഠിച്ചോനെ പരിഭാഷയിലുണ്ടോ? അത് എല്ലാം കൂടി പരിഭാഷയിലുണ്ടാവോ? അതിനാ ഓതി പഠിക്കണം എന്ന് പറഞ്ഞത്. സക്കരിയ സലാഹിന്റെ ഭാഷ പറഞ്ഞ ഊതി പഠിച്ചാ പോരാ കേട്ടോ. ശരിക്കും മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് നിങ്ങളെ പിടിച്ച് കുടഞ്ഞിരിക്കുന്നു ഞങ്ങൾ. നിങ്ങൾക്കൊന്നുമില്ല. ഇനി അവസാനമായി ഞങ്ങൾ ആ തെളിവും പറയുകയാണ് കേട്ടോ. കേട്ടോളൂ. ഇത് പഠിച്ച ഉന്തുർന എന്ന് പറയണമെന്ന് പറഞ്ഞില്ലേ ഖുർആൻ? അത് കേട്ട, അത് പഠിച്ച സ്വഹാബിയായ മഹാനായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഒരാളതാ വരുന്നു ഉസ്മാൻ തങ്ങളുടെ സമീപത്തേക്ക് ഒരു പരാതി പറയാൻ, കേസ് പറയാൻ. അങ്ങനെ ഫകാന ലാ യൽതഫിതു ഇലൈഹി വലാ യൻദുറു ഫീ ഹജതിഹി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ സമീപത്തേക്ക് വന്നു. പക്ഷെ ഉസ്മാൻ തങ്ങൾ ഇയാളെ മെയിൻറ്റെയിൻ ചെയ്തില്ല, ഇയാളെ ഗൗനിച്ചില്ല. അദ്ദേഹം വളരെ വിഷമിച്ചു. ഖലീഫ എന്നോട് മിണ്ടുന്നില്ല. എന്താ പ്രശ്നം? അന്നത്തെ വേറൊരു സ്വഹാബിയായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു. കണ്ടു മനസ്സിലാക്കണം. ഒന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഭരണാധികാരി, അവരെ അടുത്തേക്ക് പോയപ്പോ അവിടുന്ന് പരിഗണിച്ചില്ല. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്ന സ്വഹാബിന്റെ അടുത്ത് വന്നിട്ട് ഈ മനുഷ്യൻ പറയാണ്, ഞാൻ ഖലീഫന്റെ അടുത്തേക്ക് പോയി, എന്നെ പരിഗണിച്ചില്ല, എന്താ ചെയ്യേണ്ടത്? അവ പഠിപ്പിച്ചു കൊടുക്കാം കേട്ടോ. ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്നുള്ള സ്വഹാബി പഠിപ്പിച്ചു കൊടുക്കാം അല്ലേ? ഇതിൽ നിന്ന് പോയി ഒന്നുണ്ടാക്കും. ആദ്യം എന്തുണ്ടായി? ഒന്നുണ്ടാക്കി. എന്നിട്ട് ഇപ്പൊ തവല്ലൽ സുമ്മത്തിൽ മസ്ജിദ് തല്ലി ഒന്നുണ്ടാക്കി നിസ്കരിക്ക്. കഥാലാലയത്തിന്റെ 2 റക്അത്ത് നിസ്കരിക്ക് പോയി. എന്നിട്ടോ ഉമ്മക്കുൽ പിന്നെ വിളിക്ക് അല്ലാഹുമ്മ മുഹമ്മദി. ആ അള്ളാനെ വിളിക്കണല്ലോ. ഇലാഹി അൻത മഖ്സൂദി വിളിക്ക്, അള്ളാനെ വിളിക്ക്. പിന്നെ തവസ്സുൽ ചെയ്യാതെ അതാണ് ബിനബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയാണ്, യാ മുഹമ്മദ്, മോനെ പറഞ്ഞോ, യാ മുഹമ്മദ് ഇന്നി അതവസ്സഹു ബിക ഇലാ റബ്ബിക. അങ്ങയുടെ റബ്ബിലേക്ക് വഫാത്തായ നബിയോട് പറയാനായി പറയുന്നത്. മനസ്സിലാക്കിക്കോ. ഉസ്മാൻ ഇബ്നു ഹുനൈഫ് മുശ്രിക്ക തന്നെ. എവിടുന്ന് കിട്ടിയതാകേണ്ടത്? ഉസ്മാൻ ഇബ്നു ഹുനൈഫ് പഠിപ്പിച്ചു കൊടുക്കാണ്. പറയുമോനെ, ഒതുണ്ടാക്കിയിട്ട് ഇത് റസൂലുള്ളാഹിനെ വിളിച്ച് തേട്. ഈ സ്വഹാബി പറഞ്ഞതുപോലെ ആ മനുഷ്യരുടെ ഒതുണ്ടാക്കി അല്ലാഹനെ വിളിച്ചു, തവസ്സുൽ ചെയ്തു, ഒടുവിൽ ഇസ്തിഗാസയും ചെയ്തു. യാ മുഹമ്മദു ഇന്നി അതവസ്സഹു ബിക. ഇസ്തിഗാസ ചെയ്തു, പോയി ഉസ്മാൻ തങ്ങളെത്തേക്ക് മെയിൻറ്റ് ചെയ്തു, സ്വീകരിച്ചു, ആവശ്യം പൂർത്തിയായി. ഇത് പറഞ്ഞിട്ട് ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങൾ പറയാണ്, ഇത് ഞാൻ സ്വന്തം നിലക്ക് പഠിപ്പിച്ചു കൊടുത്തതല്ല. ഇങ്ങനെ ഒരു സംഭവം നബി തങ്ങളുടെ ജീവിതകാലത്തുണ്ടായി. അന്ന് റസൂലിന്റെ സമീപത്ത് വന്നിട്ട് കണ്ണു കാണാത്ത ആൾ സഹായം തേടിയപ്പോ ഈ ഇസ്തിഗാസ പഠിപ്പിച്ചു കൊടുത്തു. യാ മുഹമ്മദു എന്ന് പഠിപ്പിച്ചു കൊടുത്തു. കണ്ടോ? അപ്പൊ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബത്ത് ചെയ്തു, ഖുർആൻ
ഖുർആൻ അത് പഠിപ്പിച്ചു. 4 ചോദ്യവും വെള്ളത്തിലായി. ഞങ്ങളുടെ മറുപടി ഇവിടെ സ്ഥിരപ്പെട്ടു. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെല്ലാം ഓർത്തു വെച്ചോ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തഖൂലൂ റഅയ്നാ, ഹബീബിനോട് അതമില്ലാതെ പറയില്ല. വഖൂലുന്നാ, അതവോടെ പറഞ്ഞു ഞങ്ങളെ സഹായിക്കണേ. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വസ്മഉ, നിങ്ങൾ റസൂൽ വന്നി പറഞ്ഞത് കേൾക്കണം. ഇത് പറയാത്തവർക്ക് കടുത്ത ശിക്ഷയുമുണ്ട്. സഹോദരന്മാരെ, ഒരു 5 മിനിറ്റ് ബ്രേക്കാണ്. അതിനുശേഷം നമ്മുടെ പരിപാടി വീണ്ടും ആരംഭിക്കും. ആരും ഈ പരിസരം വിട്ട് പുറത്തു പോകരുത്. Gracias.